ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നല്ലൊരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി. എന്നാൽ പിന്നെ ഉണ്ടാക്കിയാലോ? കോളിഫ്ലവറൊക്കെ നേരത്തെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഓയിൽ തന്നെ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സോയ സോസാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ എടുത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകണം കേട്ടോ. ഞാനൊരു മഞ്ഞ ക്യാപ്സിക്കം പകുതി അരിഞ്ഞതാണ് ഇപ്പോൾ ആദ്യം ചേർക്കണത്. പിന്നെ അതിലേക്ക് ഒണിയൻ, അതായത് നമ്മുടെ വലിയ ഉള്ളി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ സ്പ്രിംഗ് ഒനിയനും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം പകുതി മാത്രമേ ചേർക്കണുള്ളൂ ഈ സമയത്ത്. ബാക്കി പകുതി നമ്മൾ പിന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വഴന്ന് വരാനേ പാടുള്ളൂ. ഈ സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇനി ബാക്കിയുള്ള എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും പിന്നെ സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം, 1 ഗ്ലാസ് ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലോർ മിക്സ് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് ഗ്രേവി തിക്കാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. എന്നാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ അഡിക്കിനെന്ന് വിളിച്ചാലോ? ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കിയിട്ടുള്ളത്. കോളിഫ്ലവർ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ളത് കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതൊന്ന് മുക്കി പൊരിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ അദ്ദിക്ക് വന്നിട്ടുണ്ട്, അവൻ തന്നെ അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട്. റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അദ്ദിക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.